ഹലോ, കേൾക്കാമോ? കേക്കാം സാറേ. ഓക്കെ, തുടങ്ങാം. ആൾക്കാർ വന്നോ? ഇത്രയുണ്ട്. സാറിന്റെ വീഡിയോ നോക്കട്ടെ. വീഡിയോ ഓൺ ചെയ്യാം. കാണാമോ? കാണാം സാറേ. സാർ ഇപ്പൊ ഒന്ന് ഫേസ് കറക്റ്റ് ആയിരുന്നു. ഓക്കെ. ആ ആ. അല്ല, ഈ പിന്നെ ആൾക്കാരൊക്കെ വന്നോ ഇവിടെ? ഇപ്പൊ നമ്മൾ രണ്ടും മാത്രമേ കാണുന്നുള്ളൂ. സാറേ ഉണ്ട്, ഒരു 10-18 പേരോളം ഉണ്ട്. ഇനി നമുക്ക് തുടങ്ങിയേക്കാം, അല്ലേ അവര് വെയിറ്റ് ചെയ്യണം. ആ, ഹലോ. ആ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന മിസ്റ്റർ ലിതീഷിനെ ഒന്ന് പരിചയപ്പെടുത്തരാം. അദ്ദേഹം ഏറ്റുമാനൂര് വീടുള്ള ഒരാളാണ്. അദ്ദേഹം 1919 മുതലേ അല്ല 2019 മുതല് ഈ ലീഥിയം ബാറ്ററി കേൾക്കുന്നുണ്ട്. ലീഥിയം ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ലീഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഈ ഇലക്ട്രിക് സ്കൂട്ടറുകള്, ഇലക്ട്രിക് ഓട്ടോറിക്ഷകള്, അതുപോലെ തന്നെ ലീഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള വീട്ടിൽ വെക്കുന്ന ഇൻവെർട്ടറുകള്, ഇപ്പൊ പുതുതായിട്ട് അദ്ദേഹം സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഈ ബോട്ടുകൾ, ഇലക്ട്രിക് ബോട്ടുകൾക്ക് ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി ബാറ്ററി സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പ്രമുഖ വ്യക്തിയാണ്. ഈ ലിഥിയം ബാറ്ററിയിൽ ഒരു പഴയ ആളാണ്. തുടങ്ങിയ കാലം മുതലേ, നമ്മുടെ നാട്ടിൽ തുടങ്ങിയ കാലം മുതലേ അദ്ദേഹം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം. വിജേഷ് ഉണ്ടല്ലേ? ആ ആ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. നമുക്ക് കേട്ടിരിക്കാം. എല്ലാവരും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം ചോദിക്കാനൊക്കെ ഒരു അവസരം അവസാനം തരുന്നതാണ്. ആദ്യം അദ്ദേഹം പ്രസന്റേഷൻ നടത്തട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ചോദ്യം ചോദിക്കുകയും ഉത്തരവും പിന്നെ പൊതുവിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് നടത്താം. ഓക്കെ. കണ്ണൻ സാറുണ്ടോ? ഉണ്ട് സാറേ. ആദ്യം അരമണിക്കൂർ അതിന്റെ പ്രസന്റേഷനും, അത് കഴിഞ്ഞുള്ള അരമണിക്കൂർ നമ്മൾ Q&A സെഷനുമായിട്ട് നമുക്ക് കണ്ടിരിക്കാം. ഓക്കെ 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 ഓക്കെ. എന്നാൽ ദിജീഷിന് ഞാൻ മൈക്ക് കൈമാറും. സംസാരിച്ചോളൂ. ഡിജിറ്റൽ വീഡിയോ ഓൺ ആയില്ലേ? ഒരു മിനിറ്റ്. കണ്ണൻ സാർ, ചെറിയൻ സാർ, ഇവിടെ ക്ലബ് ഹൗസിലും ഞങ്ങളിത് കേൾക്കുന്നുണ്ട് കുറച്ചു പേര്. ചെറിയ സാറേ, ക്ലബ് ഹൗസിലുള്ളവരെ കൂടെ സ്വാഗതം ചെയ്തേര്. മ്യൂട്ടാണ് സാറിന്റെ. ചെറിയ സാറിന്റെ മ്യൂട്ടാ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഓക്കെ. ഞാൻ ക്ലബ് ഹൗസിലുള്ളവരെ ഞാനൊന്ന് വിളിച്ചായിരുന്നു. പക്ഷെ അന്നേരം എന്നെ ഇവിടെ കാണുന്നില്ല എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കട്ടായി പോയോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സ്കൂളിൽ കയറി നോക്കി. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ക്ലബ് ഹൗസിൽ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന സമയം 8:30. ഒരു 5 മിനിറ്റൊക്കെ താമസിച്ചു. ഏതായാലും വന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലീഥിയം ബാറ്ററിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ദിജേഷ് ആണ് ആ ക്ലാസ് നയിക്കുന്നത്. അദ്ദേഹം ഒരു ലീഥിയം ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട 2019 മുതൽ ലീഥിയം ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ലീഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള 2 വീലറുകൾ, EV സ്കൂട്ടറുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ, പിന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന ലീഥിയം ബാറ്ററി ഉള്ള ഇൻവെർട്ടർ, ഇപ്പൊ പ്രത്യേകമായിട്ട് ഈ ഇലക്ട്രിക് ബോട്ടുകൾക്ക് വേണ്ടിയ പ്രത്യേക ബാറ്ററികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം
ഏറ്റുമാനൂരാണ്. കോതനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനം. ഞങ്ങൾ ഫ്രണ്ട്സാണ്, കുറെ നാളായിട്ട് അറിയാവുന്നതാണ്. ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വോയിസ് ഓവർ ചെയ്യാനായിട്ട് സജികുമാർ സാറ് താല്പര്യം കാണിച്ചതിൽ പ്രത്യേക സന്തോഷം. ഏതായാലും നമുക്ക് ദിജീഷ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഞാൻ മൈക്ക് ദിജീഷിന് കൈമാറുകയാണ്. ഓക്കെ സാറേ, ഡിജിഷ് ഒരു മിനിറ്റ് ഒന്ന്, നെറ്റ് എന്ത് പ്രശ്നമുണ്ട്, ഇപ്പം വരുമെന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലബ് ഹൗസിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ഫോണിൽ ചെയ്താൽ കുഴപ്പമില്ല. സോറി ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിന്റെ കണക്ഷൻ ഫുൾ ഡിജിഷ് തുടങ്ങിക്കോളൂ, കാണാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. സാറ് തുടക്കത്തിൽ തന്നെ ചെറിയ അതിനിടയ്ക്ക് ഒരു സാങ്കേതികമായിട്ട് നെറ്റ് കണക്ഷൻ പെട്ടെന്ന് പോയതുകൊണ്ടാണ് പറ്റിപ്പോയത്. എന്തായാലും വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പം നമ്മൾ ലിഥിയം ബാറ്ററിയുടെ നമ്മൾ ഓൾറെഡി സാറ് പറഞ്ഞല്ലോ, നമ്മൾ 2019 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പല തടസ്സങ്ങളും അതിനിടയ്ക്ക് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്ത് നമ്മളിപ്പോൾ നിലവിൽ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ട് നിൽക്കുകയാണ്. വലിയ കുഴപ്പമില്ലാതെ നമ്മൾ സ്ഥാപനം ഇപ്പോൾ റൺ ചെയ്തു പോകുന്നു. ഇപ്പം നമ്മൾ ലിഥിയമായിട്ട് നമ്മൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാണല്ലോ നമ്മൾ കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയാനും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികാനുമാണ് ഞാൻ കൂടുതലും എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഇതുവരെ സോളാർ ലിഥിയം കുറച്ച് ആണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് അതിൻ്റെ ഒരു ഓർഡറുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നല്ലതാണ്. നമ്മുടെ സ്ഥാപനത്തിനും അതുപോലെ തന്നെ ലിഥിയം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾക്കും എല്ലാം ഒരു നേട്ടമുണ്ട്. നമ്മൾ മെയിനായിട്ടും നിലവിൽ നമ്മൾ സോളാർ ഇൻവേർട്ടർ മേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സോളാറിലാണ് തന്നെ വില കുറഞ്ഞു തുടങ്ങി ലിഥിയത്തിന്. അതുകൊണ്ട് തന്നെ ഓൾറെഡി പല ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരും ലിഥിയത്തിലേക്ക് ഇതുവരെ മാറാത്തവർ പോലും പയ്യെ മാറി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ എൻക്വയറീസിൻ്റെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിലവിൽ സോളാറിൽ നമ്മൾ പല തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതുപോലെ തന്നെ സോളാറിൽ നമുക്ക് പല നേട്ടങ്ങളുണ്ട്. ലിഥിയം വെക്കുമ്പോൾ ഉണ്ടാകുന്നത് സോളാറിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന നിലവിലുള്ള ഇൻവേർട്ടറിൽ കൊണ്ടുപോയി ഇപ്പം നമ്മൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവേർട്ടറാണ് ലെഡ് ആസിഡ് മാറ്റിയിട്ട് അവിടെ നമുക്ക് സോളാർ വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാങ്കേതികമായിട്ട് ചില പ്രശ്നമുണ്ട്. ചിലർ വെക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇൻവേർട്ടർ ബാറ്ററിക്കകത്ത് BMS ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെക്കാം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വെറുതെ വെപ്പിക്കുന്നവരും കാണും. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇൻഫർമേഷൻ ഉള്ള ചില ആൾക്കാരും കാണും. അപ്പം അത് അല്ല,
ലിഥിയം നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും സോളാറിൽ ചാർജ് ചെയ്യുമ്പോൾ, സോളാറിലാണെങ്കിൽ MPPT ഉപയോഗിച്ച് തന്നെ ചാർജ് ചെയ്യുമ്പോൾ നിലവിലുള്ള സെറ്റിങ്സ് മാറ്റി തന്നെ വേണം ചെയ്യാൻ. അല്ലാതെ നേരത്തെ നമ്മൾ സാധാരണ ഇൻവെർട്ടറിലോട്ട് ലിഥിയം വെക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനകത്ത് പ്രോപ്പറായിട്ട് ചാർജർ നമ്മൾ മാറ്റി ലിഥിയത്തിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ചാർജിങ് ഡിസേബിൾ ചെയ്തിട്ട് നിലവിലുള്ള ഇൻവെർട്ടറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവിടെ നമുക്ക് ലിഥിയം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഉള്ള ഒന്ന് രണ്ട് എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടുള്ള ഈ ഒരു മേഖലയിൽ പലർക്കും പറ്റുന്ന ചില സംശയങ്ങളുണ്ട്. പലരും ചോദിക്കുന്ന സംശയങ്ങളുണ്ട്. അത് നേരത്തെ വെച്ചാൽ എന്താ കുഴപ്പം, സോളാറ് അല്ലെങ്കിൽ നേരത്തെ ഇരിക്കുന്ന ബാറ്ററിയുടെ ഇൻവെർട്ടറിൽ സെറ്റിങ്സ് വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ പോരെ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതൊരിക്കലും ഞാൻ ഇന്നാളത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ലിഥിയം എപ്പോഴും ചാർജ് ചെയ്യുന്നതിന്റെ ടെക്നിക്സ് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് നിലവിൽ അതിന്റെ ചാർജ് ചെയ്യുന്നതും എല്ലാം നമുക്കൊന്ന് ഷെയർ ചെയ്ത്, ഇപ്പം ലിഥിയവും ഇതിന്റെ അകത്ത് വരുന്ന പ്രത്യേകതകൾ എന്താ, ഇപ്പം പലർക്കും ഉള്ള സംശയങ്ങളുണ്ട്. SOC പ്രോപ്പർ അല്ല ലിഥിയം. അപ്പൊ അതൊക്കെ ലിഥിയത്തിന്റെ ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടല്ല. ലിഥിയം എന്ന് പറയുന്ന കെമിസ്ട്രി ആയിട്ട് ഉണ്ടാക്കുന്ന ബാറ്ററി ആ ഒരു രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് SOC എടുക്കണമെങ്കിൽ അതിന്റെ ഷണ്ട് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ പ്രോപ്പർ SOCയിലോട്ട് എത്താൻ പറ്റൂ. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ ലിഥിയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അതും കൂടെ ഞാനൊരു പ്രസന്റേഷൻ പോലെ അവതരിപ്പിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് കൂടെ ആയിരിക്കും കണ്ട് മനസ്സിലാക്കുകയും കൂടെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ലിഥിയം ചാർജ് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളറിയാം 24 വോൾട്ട് ബാറ്ററിയാണ്. ഇത് നമ്മൾ 24 വോൾട്ട് ബാറ്ററിക്ക് വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റിലുള്ള ആണ്. ഇപ്പം നമുക്കറിയാം ഈ നീല അറിയാം 24 വോൾട്ടേജ് തുടങ്ങി മാക്സിമം പോയെന്ന 29 വോൾട്ട് വരെ. ഈ 3 വോൾട്ടിലാണ് മാക്സിമം. അത് 26ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് 0യിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 26 0. ഇത് കപ്പാസിറ്റി ആണ്. ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. മേലോട്ട് വോൾട്ടേജ് ആണ് കാണുന്നത്. അപ്പോൾ ഒരു 10% ചാർജ് ആവുന്നതിന് മുമ്പ്, കപ്പാസിറ്റി കയറുന്നതിന് മുമ്പ് തന്നെ ഈ 26ലേക്ക് വോൾട്ടേജ് കയറിയും അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ, ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് അത് പോകുന്നത്. അത് പാരലലി അങ്ങോട്ട് പോവാണ്. നേരെ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് എൻഡിലാണ് ഇത് വോൾട്ടേജ് ജസ്റ്റ് റേസ് ചെയ്ത് കയറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വോൾട്ടേജ് ഒരു 30% തൊട്ട് 100%ന്റെ അടുത്ത് വരെയുള്ള, ഒരു 90% വരെയുള്ള വോൾട്ടേജ് ഷിഫ്റ്റിംഗ് വളരെ കുറവാണ് ചാർജിങ്ങിന്. അതുപോലെ തന്നെ ഡിസ്ചാർജിങ് കാണുന്നുണ്ട്. ഒരു വേറൊരു കളർ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ഒരു ബ്രൗൺ നിറം, ഓറഞ്ച് അല്ല, അതിൻ്റെ ആ കളറുള്ള അത് നേരെ ഡിസ്ചാർജ് ചെയ്യുന്നത് നമുക്കറിയാം. 28 വോൾട്ടേജ് കാണുന്ന വോൾട്ടേജ് ഉള്ള ബാറ്ററി ശരിക്കും 26 എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് വോൾട്ടേജ് ആണ്. ആ ഫ്ലോട്ടിംഗ് വോൾട്ടേജിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ 10% ആകുമ്പോൾ. അത് നേരെ 90% അടുത്ത്, അതായത് ഒരു പെർസെൻറ്റേജ് കപ്പാസിറ്റി പോലെ തന്നെയാണ് ചേർത്ത് ഒരു പെർസെൻറ്റേജ് വെച്ച് നമുക്ക് ആ 100 വോൾട്ട് 100 വരുന്നത് കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. പക്ഷെ അത് പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും ഏകദേശം അത്രയാണ്. ഇങ്ങനെയേ വരുള്ളൂ. അതായത് 0യിൽ നിന്നും, അതായത് അതിന്റെ കപ്പാസിറ്റി 100% നിന്നും 0യിലേക്ക് എത്താൻ വേണ്ടി അതിന്റെ വോൾട്ടേജ് കുറയുന്നത് വളരെ ചെറിയ, ഒരു 1 അല്ല 2 വോൾട്ട്, 2 വോൾട്ടിലൊക്കെ ഡിഫറൻസിലായിരിക്കും ഇതിന്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. 100%ഓളം അല്ലെ 90%ഓളം ചാർജ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ ചെറിയ ഒരു വോൾട്ടേജിൽ നമുക്ക് SOC മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് വോൾട്ടേജിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് SOC കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പല ലിഥിയം ബാറ്ററിയിലും പല സ്ഥലത്ത് SOC ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല ഇത് എത്രയുണ്ട് എന്നുള്ളത്. പിന്നെ അതിന് പകരമായിട്ട് ഇപ്പോൾ സ്മാർട്ട് BMS ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നിലവിലുള്ള ഇൻവെർട്ടർ ബാറ്ററിയിലല്ല സ്മാർട്ട് BMS ഒക്കെ വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് നമുക്ക് നേട്ടം വരുന്നുണ്ട്. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിലെല്ലാം സ്മാർട്ട് BMS ഉണ്ടെങ്കിൽ കപ്പാസിറ്റി കുറച്ചും കൂടെ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും. വെറുതെ നമ്മൾ വില കുറയ്ക്കാൻ വേണ്ടി സ്മാർട്ട് BMS അല്ല, അത് സാധാരണ BMS ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കപ്പാസിറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോളാറിൽ ഉപയോഗിക്കുന്ന ഡിസ്ചാർജും ചാർജും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത ഒരു
സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പല സംശയങ്ങളും ലിഥിയം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ ലിഥിയം വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചാർജ് ചെയ്യാം, ഏത് രീതിയിൽ വേണം ഡിസ്ചാർജ് ചെയ്യാം. അത് ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ ഒരു 100 എച്ച് ബാറ്ററിക്കകത്തോടെ 70 ആംബിയർ ഡിസ്ചാർജ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, 100 എച്ച് ബാറ്ററിക്കകത്ത് 150 ആംബിയർ ഡിസ്ചാർജ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ ബാറ്ററി അതായത് കസ്റ്റമേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഡാമേജ് ബാറ്ററിക്കുണ്ട്. അപ്പൊ ആ ബാറ്ററി അതുപോലെ തന്നെ എഫിഷ്യൻസി ഡാമേജ് ഉണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓവറായിട്ട് ഡിസ്ചാർജിങ് ഓവറായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ആ ബാറ്ററിക്കകത്തുനിന്ന് ഒരു ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറയും. അപ്പൊ അതിനെപ്പറ്റി ഒരു ഗ്രാഫ് ഞാൻ അടുത്ത ഒരെണ്ണം ഇവിടെ ഞാൻ പ്രിപ്പയർ ഗ്രാഫ് ശരിക്കും താഴോട്ടുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, മേലോട്ടുള്ളത് ചാർജിങ്ങിന്റെയാണ്. താഴോട്ടുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് 60% കഴിയുന്ന അടുത്തുള്ള തൊട്ടടുത്ത് കാണാം, ബ്ലാക്കിൽ 0.5 ഡിസ്ചാർജിങ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈറ്റ് പച്ച ആ നിറമുള്ളത് 1 അടുത്ത് 2 ഈ ബ്ലാക്ക് നമ്മൾ 100% അവിടെ നമ്മൾ കാണുന്നില്ല. ബ്ലാക്ക് താഴോട്ട് വരുന്നത് ഈ 3.2 വോൾട്ട് എന്ന് പറഞ്ഞ ഒരു സെല്ലിന്റെയാണ്. അത് നിങ്ങൾ സെല്ല് വെച്ചിട്ടാണ് പറയുന്നത്. ഈ സെല്ലിന്റെ 3.2 വോൾട്ടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ വോൾട്ടേജ് കുറയുന്നത് വെറും 3 വോൾട്ടിലോട്ട് വരുന്നത് എത്രയാ, അതായത് 100%ന്റെ അടുത്ത് 90% ആകുമ്പോൾ മാത്രമേ ഉള്ളൂ 0.5 ആ വോൾട്ടേജ് കുറഞ്ഞ് കിട്ടുന്നുള്ളൂ. അതായത് 100% നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. 0.5 ആണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ 100 എച്ച് ബാറ്ററിക്കകത്ത് നിന്ന് 50 ആംബിയർ നമ്മൾ ഡിസ്ചാർജ് ചെയ്താൽ ആ ബാറ്ററി അറിയുന്ന പോലുമില്ല. അതാണ് അതിൻ്റെ അകത്ത് മാക്സിമം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അതാണ്. അതുപോലെ തന്നെ 1C എന്ന് പറയുന്നത് 100 എച്ച് ബാറ്ററി 100 എച്ച് കൊടുക്കുന്നതാണ്. പക്ഷെ അതൊന്നും 100 ആംബിയർ 100 എച്ച് ബാറ്ററിക്കകത്ത് നിന്ന് 100 ആംബിയർ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് 1C എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഈ ഗ്രാഫ് വരുന്നത്. അതും ഇതുപോലെ തന്നെ ബാറ്ററി കുറച്ചുകൂടി സേഫ് ആണ്. പക്ഷെ 2C കണ്ടോ, ബാറ്ററിയുടെ എഫിഷ്യൻസി 70 പോലും കിട്ടുന്നില്ല. അതിനുള്ളിൽ ബാറ്ററി ഓഫ് ആയി പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പല സ്ഥലത്ത് ഇത് ഇവരുടെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. പക്ഷെ നമുക്കറിയാം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കിട്ടുന്ന പല സെല്ലുകളും ചിലപ്പോൾ ഇത്രയോ ക്വാളിറ്റി ഉണ്ടാകണമെന്നില്ല. അപ്പൊ നമ്മളെപ്പോഴും 0.5C ഡിസ്ചാർജിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 2Cയും 1Cയും നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മളിവിടെ കിട്ടുന്ന സെല്ലുകൾ മാക്സിമം 1Cയിലാണ് കിട്ടുന്നത്. ആ മാക്സിമത്തിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് അല്ല സ്ലോ ആയിട്ട് കാണിക്കുന്ന ഗ്രാഫിന് അത്ര എഫിഷ്യൻസി നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല. കാരണം ചിലപ്പോൾ ഇത് 2Cയും 3Cയും സപ്പോർട്ട് ചെയ്യുന്ന സെല്ലിന്റെ ഒരു ഗ്രാഫാണ്. നിലവിൽ നമ്മുടെ ഇവിടെ വരുന്ന ഈ ഗ്രാഫുകൾ ഞാൻ കാണിക്കാൻ കാരണം നമ്മളിവിടെ പലരും പറയുന്നത് ഈ 2Cയും 3Cയും, അതായത് ഇപ്പം ഒരു 100 എച്ച് ബാറ്ററിക്കകത്ത് 200 എച്ച് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും, ഒരു പാടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല കമ്പനികളും നമ്മളെ സമീപിക്കുമ്പോൾ മാക്സിമം 1C ആണ് ഏറ്റവും മാക്സിമം. 2C എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അതായത് 100 എച്ച് ബാറ്ററിക്കകത്തുനിന്ന് ഒരു 60 ആംബിയർ ഒരു 70 ആംബിയർ വരെയും ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ ബാറ്ററിയുടെ ലൈഫിലും കംപ്ലൈൻസ് റേഷ്യോ കുറഞ്ഞതൊക്കെ ഇരിക്കുകയുള്ളൂ. ഈ ഒരു ഗ്രാഫ് ശരിക്കും 3.2 വിജേഷ് സൗണ്ട് പോയോ എന്ന് സംശയം. കേൾക്കാമോ? അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? സാറിന്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു.
ഹലോ. ആ വിജയ്, ഞാൻ പറയായിരുന്നേ, സച്ചിൻ ഹലോ, കേൾക്കാവോ? കേൾക്കാം, പക്ഷെ വീഡിയോ കാണുന്നില്ല. അതെ, എനിക്ക് വീഡിയോ ഓൺ ആക്കി, പക്ഷെ എന്റെ എന്തോ ഒരു പ്രോബ്ലം എനിക്ക് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ ഇപ്പൊ നെറ്റ് നിലവിൽ കേൾക്കുന്ന കുഴപ്പമില്ല, കേൾക്കുന്നില്ലേ? കേൾക്കുന്നത് കുഴപ്പമില്ല. വീഡിയോ ഓൺ ചെയ്യും. വീഡിയോ ഓൺ ചെയ്ത് കിടക്കുക. ഇല്ല, വീഡിയോ ഇല്ല. വീഡിയോയിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ സംസാരിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പം സംസാരിക്കും. ഞാൻ അതിന് സംസാരിക്കും. ഇടയ്ക്ക് ഞാനൊന്ന് റീകണക്ട് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. ആ ഇപ്പം ഞാനിപ്പോ കാണിച്ച ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ടായിരുന്നു. ഞാൻ ആ കാര്യം കൂടെ കാണിക്കാം. ഇപ്പൊ ആയോ? ഓക്കെ. ഇപ്പോഴും ഇപ്പൊ വീഡിയോ ആയിട്ടില്ല. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കിട്ടി. അല്ല, സ്ക്രീൻ കിട്ടുന്നുണ്ടോ? സ്ക്രീൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ ആ ശരി, ഗ്രാഫ് ശരി. ആകാണ്. അപ്പൊ ഇത് നമ്മള് ബാറ്ററിയുടെ ചാർജ് ഗ്രാഫ്. ഇപ്പൊ നിലവിൽ നമ്മൾ കാണിച്ചിരുന്ന ലിഥിയം ബാറ്ററിയുടെ ഒരു ഡിസ്ചാർജിങ് ഗ്രാഫും ലെഡ് ആസിഡ് ബാറ്ററി ഡിസ്ചാർജിങ് ഗ്രാഫുമാണ്. അത് ഏകദേശം ഒരു
ഇത് ഫുൾ ആക്സസ് വെച്ച് നോക്കണമെന്നില്ല. കാരണം വെച്ചാൽ ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്രാഫൊന്നും മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ലെഡ് ആസിഡ് ബാറ്ററി നമുക്കറിയാം ഒരു 100 AH ബാറ്ററി ഉണ്ടെങ്കിൽ 60 എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആകും. പക്ഷേ ലിഥിയം ബാറ്ററിയുടെ വോൾട്ടേജ് നമുക്ക് അങ്ങനെ ഡ്രോപ്പ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം 2 ഗ്രാഫിൽ ഞാൻ കാണിച്ചത് വോൾട്ടേജ് ഡ്രോപ്പിംഗ് വളരെ കുറവാണ് ലിഥിയത്തിൽ. അതാണ് യഥാർത്ഥത്തിലുള്ള ലിഥിയത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം നമുക്കറിയാം ഒരു ഓഫീസിലോ അല്ലെങ്കിൽ സ്ഥാപനമോ അല്ലെങ്കിൽ വീടോ ആണെങ്കിൽ ലിഥിയം ബാറ്ററി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു 40% യൂസ് ചെയ്ത ഒരു കണ്ടീഷനിൽ നമ്മളൊരു തേപ്പൂട്ടിയോ അല്ലെ AC ഓൺ ചെയ്തെന്നാൽ, ഇപ്പോൾ AC 2000 വാട്ടുണ്ട്, ഒരു 100 വോൾട്ടിലോ അല്ലെങ്കിൽ 48 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോഡുള്ള സ്ഥലത്ത് ജസ്റ്റ് ഒരു AC ഇട്ടാൽ അത് അപ്പോൾ തന്നെ ഇത് വരും, എൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററി സെല്ലിൻ്റെ ലിഥിയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഇപ്പോൾ ലെഡ് ആസിഡ് ആകുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് ആ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് ലോ കട്ട് ഓഫ് കാണിക്കും, ഇൻവെർട്ടർ ലോ കട്ട് ഓഫ് കാണിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതിനകത്ത് ചാർജ് ഉണ്ട്, ഒരു ബാക്കിയുള്ള കുറച്ചുകൂടി ചാർജ് ഉണ്ട്, അത് എടുക്കാൻ പറ്റാണ്ട് വരും. പക്ഷെ ലിഥിയത്തിൽ അങ്ങനെയില്ല. അത് നമുക്ക് അവിടെ ആ കോൺസ്റ്റന്റ് ആയിട്ട് ആ വോൾട്ടേജ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രോപ്പ് വരില്ല. അത് തന്നെയല്ല, നമുക്ക് ഏത് ലോഡും അവിടെ കിടക്കും, നമുക്ക് അത് പെട്ടെന്ന് ഡ്രെയിൻ ആയിപ്പോയി, പെട്ടെന്ന് വോൾട്ടേജ് ഇറങ്ങിപ്പോയില്ല. അപ്പൊ ആ ഒരു ഗ്രാഫാണ് ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഗ്രാഫ്. ഇത് കാണുന്നില്ലേ? ഇപ്പം ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തേക്കാനെ, കാരണം എപ്പോഴാണ് കട്ടായി പോണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇല്ല, ഈ കാണുന്നുണ്ട്. ഗ്രാഫ് നമ്മൾ ശ്രദ്ധിച്ചറിയാം. 13 വോൾട്ട് 13.6 എന്ന് പറയുന്നത് അത് ശരിക്കും 14.4 വോൾട്ടേജ് കയറി കഴിയുമ്പം അത് ശരിക്കും താഴ്ന്ന ഒരു 13.4 വരും. ആ 13.4 നിന്ന് ഈ വോൾട്ടേജ് 13, അതായത് 0.4 വോൾട്ടേജ് ഡ്രോപ്പ് ആകുമ്പോഴാണ് ശരിക്കും 30% ഇപ്പം ബാലൻസ് ഉണ്ട്. അതേ സ്ഥാനത്ത് ഈ 40-50% നമ്മൾ ഒരു ലോഡ് കൊടുത്താലും ഈ 13 എന്ന് പറയുന്ന 13.5 അല്ല 13.1 എന്ന് പറയുന്ന വോൾട്ടിൽ നിന്നും ഒരു ലോഡ് നമ്മൾ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞാലും ഒരു 19.9 വരുള്ളൂ. പക്ഷെ അപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ലെഡ് ആസിഡ് വരുമ്പോൾ നമുക്ക് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് ഡ്രോപ്പ് പെട്ടെന്ന് വരും. കാരണം 12 വോൾട്ടിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ ഒരു ലോഡ് കൊടുത്താൽ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് പെട്ടെന്ന് ഇറങ്ങി അത് വോൾട്ടേജ് കിട്ടാതെ ഇൻവേർട്ടർ ലോ ബാറ്ററി കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അപ്പം അത് എന്നെ കഴിഞ്ഞ് കൂടുതൽ നിങ്ങൾക്ക് പല എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഞാനാണല്ലോ ഒത്തിരി എക്സ്പീരിയൻസ് ഇതിനകത്തൊന്നും ഇല്ല, കാരണം ആ സെഗ്മെന്റ് ഞാനത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ ഫീൽഡിലുള്ളവർ തന്നിരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനാണ്. അപ്പം അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാം. പിന്നെ അപ്പോൾ ഈ ഡീപ്പ് ഡിസ്ചാർജിങ്ങിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് മെയിനായിട്ട്. അതുപോലെ തന്നെ അതാണ് ഏറ്റവും മെയിനായിട്ട് ഡീപ്പ് ഡിസ്ചാർജിങ് നമുക്കൊന്ന് നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ വോൾട്ടേജ് ഡ്രോപ്പ് വരാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 100% ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. കാരണം ലോഡുള്ള കണ്ടീഷനിൽ 100% ഡിസ്ചാർജ് ചെയ്യാം. പക്ഷെ ഇതൊരു റെഗുലർ എല്ലാ ദിവസവും ചെയ്യുന്നതാവും ഒരു പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമായിട്ട് വരും. ബാറ്ററി എല്ലാ ദിവസവും നമ്മൾ ഈ 100% ഡിസ്ചാർജ് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ബാറ്ററി എപ്പോഴും ഒരു വർഷം അല്ല 2 വർഷം കഴിയുമ്പോൾ അതിന് കംപ്ലയൻസ് റേഷ്യോ വരികയും അത് പിന്നീട് നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും, അത് പിന്നെ ഈ ഫീൽഡിനെ എഫക്ട് ചെയ്യും. ഇപ്പോൾ ലിഥിയം ബാറ്ററി വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞുമ്പോഴും കംപ്ലൈൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് ഈ സെഗ്മെന്റിനെ എഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ കൊടുത്ത ബാറ്ററികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസുകളൊക്കെ ഞാൻ പണ്ട് ഇൻവെർട്ടർ സെഗ്മെന്റിലേക്ക് ഈ ഇൻവെർട്ടർ സെഗ്മെന്റിൽ നമ്മൾ ബാറ്ററി ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് കൊടുത്ത പല കമ്പനികളും പല സ്ഥാപനങ്ങളിലും പിന്നെ അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഇത് ചെയ്തിടത്തൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് മെയിനായിട്ട് ഇത് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്യൂസ്. ഈ ലോഡും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻവേർട്ടർ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ചാർജിങ്ങുള്ള പ്രോപ്പർ ഇൻവേർട്ടറുകളൊന്നും കേരളത്തിലോ അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു. എല്ലാവരും ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുള്ള ഇൻവേർട്ടറിലോട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ കംപ്ലയിൻസ് ഇവിടെ വന്നത്. പ്രോപ്പർ ചാർജിങ്ങിനകത്ത് ഞാൻ ആദ്യം കാണിക്കുന്ന ഗ്രാഫുകൾ പോലെ പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജും അതുപോലെ ഇതിനകത്ത് വേറെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണാത്തതായിട്ടുള്ള നമുക്ക് മനസ്സിലാകാത്ത കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയി. ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ പല കമ്പനികളും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇപ്പം ലിഥിയം നല്ല ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ലിഥിയം വെച്ചിട്ട് നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല എന്നല്ല, പ്രോബ്ലംസ് നമുക്ക്
സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇരുന്നൂടാ സാർ. ചിലപ്പോൾ തുടക്കത്തിലായിരിക്കും പ്രോബ്ലംസ് വരുന്നത്, എന്തെങ്കിലും ചെറിയ ഇതായിട്ടുള്ള, പിന്നീട് അവിടെ ഇരിക്കുന്നുണ്ട്. കംപ്ലൈൻസ് റേഷ്യോ വളരെ കുറവായിട്ടാണ് ഇപ്പം ഫീൽ ചെയ്തേക്കുന്നത്. അത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ സമയത്തും അതിന്റെ പല കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ ഉണ്ടാകുന്ന കംപ്ലൈൻസുകൾ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ്. കാരണം പിന്നീടുള്ളത് നിലവിൽ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ സംശയങ്ങൾ പറയുന്നതിന് എനിക്ക് പറ്റാവുന്ന മറുപടിയും പറഞ്ഞ് തീർക്കാവുന്നതാണ്. കാരണം ഇതിനകത്ത് ചെറിയ സാങ്കേതിക പ്രോബ്ലംസ് ഇടയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ഇടയ്ക്ക് കണ്ടിന്യൂറ്റി പ്രോബ്ലം വന്നുകൊണ്ട് മനസ്സിലായിട്ടില്ല. എന്നാലും എല്ലാവർക്കും അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് ധരിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന സംശയങ്ങളും എനിക്ക് പരിഹരിച്ച് തരുന്നതിൻ്റെ കൂടെ ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ അല്ലെങ്കിൽ ബാക്കി മനസ്സിലാകാത്തതും കൂടെ ക്ലിയർ ചെയ്യാവുന്നു എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഈ സംസാരിച്ച് വിജേഷിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് മറുപടിയായിട്ട് വിജേഷ് തരുന്നതായിരിക്കും. ചെറിയ സാറേ പറഞ്ഞോളൂ, ചോദിച്ചോ. സാർ ഇതിപ്പം പറഞ്ഞ കാര്യം, ഇത് ലിത്യം ഏത് ബാറ്ററി, NMC ആണോ, ലിത്യം ഫോസ്ഫേറ്റ് ആണോ, ലിത്യം ഫെറോഫോസ്ഫേറ്റ് ആണോ, ഏത് നമ്മൾ കൂടുതലും സോളാർ ആപ്ലിക്കേഷനിലാണല്ലോ നമ്മൾ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഫെറസ് ഫോസ്ഫേറ്റ് ആണ്, ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് അല്ല, ഗ്രാഫിനകത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫെറോഫോസ്ഫേറ്റ്. ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ്. സാറേ ഇതില് നമ്മുടെ ഒരു സെല്ലിന്റെ കേൾക്കുന്നുണ്ടോ സാറേ? പറഞ്ഞോളൂ. നമുക്ക് ഈ ഒരു സെല്ലിന്റെ കട്ട് ഓഫ് വോൾട്ടേജ് 2 വോൾട്ട് ആണോ അതോ 2.2 ആണോ വരിക? അങ്ങനെ രണ്ട് ഇതിൽ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അല്ല, നമ്മൾ സിംഗിൾ സെല്ലിന്റെ കൺസെപ്റ്റിൽ നമ്മൾ ശരിക്കും ഇപ്പോൾ സിംഗിൾ സെല്ലിന്റെ കൺസെപ്റ്റ് പറയുവാണെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് വന്ന പലരും പലതാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ BMS സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല കമ്പനികളും പല പോളിസി ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ 2.5 ചെയ്യാം, ചിലപ്പോൾ 2.7 ചെയ്യാം, ചിലപ്പോൾ 3 ചെയ്യുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസും ഓരോ സ്ഥാപനവും ചെയ്യുന്ന അവരുടെ ഒരു പോളിസിയും വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു 3 വോൾട്ടിലൊക്കെ താഴ്ന്നു കഴിയുമ്പോൾ തന്നെ ബാറ്ററിയുടെ എല്ലാം തന്നെ തീരും. കാരണം 3.2 ആണ് ഇതിന്റെ സ്റ്റാറ്റിക് വോൾട്ടേജ് വരുന്നതെങ്കിൽ പോലും സിംഗിൾ സെല്ല് ഒരു 12 വോൾട്ട് ആണെങ്കിൽ ഉള്ള ബാറ്ററി ആണെങ്കിൽ 13.4 എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും അതിന്റെ ഒരു ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുന്നത് 12.9 അല്ലെങ്കിൽ 12 വോൾട്ട് നിന്ന് 13 വോൾട്ട് ആവാൻ തീരും. അപ്പൊ സിംഗിൾ സെൽ എന്ന് പറയുന്നത് 4 സെല്ലല്ല. അപ്പൊ സിംഗിൾ സെൽ എന്ന് പറയുമ്പോൾ ഏകദേശം 3 വോൾട്ടിലോട് ആകുമ്പോഴത്തേനും തീർന്നു. അതായത് ഒരു 20-30 ബാറ്ററി ഉള്ളു പിന്നീടുള്ളത്. അതായത് 20യുടെ മുകളിലേ പിന്നെ കാണുള്ളൂ. മാക്സിമം 20 ഒക്കെ കാണുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു 13 വോൾട്ടിലേക്ക് താഴുമ്പോൾ തന്നെ ഇത് പയ്യെ തീർന്നു. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കേട്ടോ. അല്ല സാറേ, അപ്പം എനിക്കൊരു സംശയമുള്ളതേ, നമ്മൾ ഈ കമ്പനികൾ മാറുന്നതനുസരിച്ച് പിന്നെ ഒരു സെക്കൻഡ് വോൾട്ടേജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവില്ലേ? അതിനകത്തെ ഇപ്പൊ ലോഡ് നമ്മൾ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ ഈ വോൾട്ട് എന്ന് പറയുന്നത് 13.4 നിൽക്കുന്നില്ല. അത് നേരെ എന്തായാലും ലോഡ് കൊടുക്കുമ്പോൾ 12.9 ആയിരിക്കും നിൽക്കുന്നത്. മനസ്സിലായല്ലേ? പക്ഷെ അത് ഈ പറഞ്ഞ ഗ്രാജുവലി ഈ ലോഡ് കൊടുത്തു കഴിയുമ്പം ഇത് നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു നമ്മൾ ഗ്രാഫിൽ പിക്ചറിൽ വന്നിരിക്കുന്നത് ഒരു തിയറട്ടിക്കൽ സ്റ്റഡിയുടെയാണ്. യഥാർത്ഥത്തിൽ ഒരു ലോഡ് കൊടുക്കുമ്പം നമ്മൾ ആ 3.2 നിന്ന് ഒരു 3.1 അല്ലെങ്കിൽ 3.4 നിൽക്കുന്നെങ്കിൽ ഇപ്പൊ ഒരു സിംഗിൾ സെല്ലാണെങ്കിൽ 3.4 നിൽക്കുന്നത്. അതൊരു 3.2 ആ 3.2 നിന്ന് ഇപ്പൊ നമ്മൾ 48 വോൾട്ടിന്റെ ബാറ്ററി ആണെങ്കിൽ അല്ല 51 വോൾട്ടിന്റെ ബാറ്ററി ആണെങ്കിൽ 54 വോൾട്ട് ആയിരിക്കും ഫുൾ ചാർജ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ ലോഡ് കൊടുക്കുമ്പോൾ ഒരു 52 താഴും. പിന്നെ ആ ലോഡിൽ നിന്ന് ഒരു 40% ശേഷിയിലായിരിക്കും ചിലപ്പം അത് ഒരു 50 അത് പിന്നെ അടുത്ത ഒരു 60% ശേഷമായിരിക്കും അടുത്ത ഒരു 48 അതൊരു 48 ആകുമ്പോൾ തന്നെ ഏകദേശം 30% പിന്നെ അതിനകത്ത് കാണുള്ളൂ. 30% കുറച്ചേ കാണുള്ളൂ. നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്.
അതിന് പിന്നീട് നമ്മളുള്ളത് വളരെ കുറച്ച് സമയത്തുകൊണ്ടാണ് പിന്നെ ഇത് നേരെ 46-ലേക്ക് ഒക്കെ വരുന്നത്. പിന്നീട് സ്പീഡായിരിക്കും, പിന്നെ ഇത് ആ പെട്ടെന്ന് പെട്ടെന്ന് പോകും. മനസ്സിലായില്ലേ? ആ ആ ഗ്രാഫ് അങ്ങനെ വരുള്ളൂ, പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പിന്നെ ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആ ഗ്രാഫുകളൊക്കെ എടുത്ത് വെച്ചതാണ്, പക്ഷെ ഇത് പലത് പഠിപ്പിച്ച് നമ്മൾ പലതും പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ലാത്തതുകൊണ്ടാണ് എല്ലാം നമ്മൾ പറയാതിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സാറിങ്ങനെ ചോദിക്കുന്ന ഓരോ സംശയങ്ങളിൽ നിന്ന് എനിക്ക് ആ പറയാവുന്നത് കുറെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഐഡിയ കുറെ കിട്ടും. ആ ഞാൻ പറയുന്നത് അപ്പൊ സാറേ കേൾക്കാമോ? ഈ ഹൈക്കട്ട് ലോക്കട്ട് എല്ലാം നമ്മുടെ ഓരോ ബ്രാൻഡ് ബാറ്ററിന്റെ അവരുടെ ഡാറ്റാ ഷീറ്റിൽ പറയുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ ഒരു വാല്യൂ വെച്ച് ചെയ്യേണ്ടി വരും അല്ലേ? അങ്ങനെയാണോ? ശരിക്കും ലിഥിയം ബാറ്ററി എല്ലാം കമ്പനികൾ ഒരേ സെല്ലുകൾക്കെല്ലാം ഒരേ പാരാമീറ്റേഴ്സേ സ്പെസിഫിക്കേഷൻ. ഉള്ളൂ. ആ പിന്നെ അത് ഓരോ കമ്പനികളും ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്, കാരണം വെച്ചാൽ 30% കിടക്കട്ടെ അല്ലെങ്കിൽ ആ 20% കിടക്കട്ടെ. ഇതിനെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് പ്ലസും മൈനസും ഉണ്ട് എല്ലാത്തിനും. കാരണം വെച്ചാൽ ഒരു 30% കിടക്കുന്ന ബാറ്ററിക്കകത്ത് വെറും വളരെ കുറച്ച് കപ്പാസിറ്റി ഉള്ളൂ. 100 AH അകത്തുനിന്ന് 15 ഉള്ളു. ആംപിയറേ ഉള്ളൂ. 15 അല്ല ആ 20 AH ബാറ്ററി കാണും. ഈ 20 ആ AH ബാറ്ററിക്കകത്തോട്ട് 60 ആംബർ ഡിസ്ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ 3 ഇരട്ടി ഡിസ്ചാർജ് നടക്കുക. അന്നേരം ഇപ്പോൾ ആ ആ ബാറ്ററി ഹീറ്റ് ആവും. നമ്മൾ ആദ്യം ഒരു ഫിഗർ കാണിച്ചില്ലേ, അന്നേരം ആ പോലെ എഫിഷ്യൻസി കുറയുക. അപ്പം ബാറ്ററി എപ്പോഴും ഒരു 25% 20% താഴോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ബാറ്ററിക്ക് ഒരു അല്ലെങ്കിൽ ലോ ലോഡായിരിക്കാം, അതായത് ലോഡ് വളരെ കുറവായിരിക്കും. ആ ശ്രീ ചോദിച്ചോളൂ ശ്രീ. അല്ല, ഞാൻ കുറച്ച് മുമ്പ് കേട്ടതിൽ ഈ ഇതാണ് 48-ൻ്റെ പറയുമ്പോൾ നമ്മൾ ആ സെൽ കൗണ്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്നതിൽ ഇപ്പോൾ 16 സെല്ല് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് കാര്യം തന്നെ 15 സെല്ല് ഉപയോഗിക്കുന്നവർക്ക് കണക്കാക്കിയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ മൈക്ക് എടുത്തത്. പിന്നെ വേറൊരു കാര്യം, ഡിഫറൻറ്റ് ആംപ് ഡിസ്ചാർജർ എന്ന് പറഞ്ഞതിൽ അതിൽ ഏത് ഗ്രേഡ് സെല്ലാണ് ആ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതെന്നുള്ളതിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1C റേറ്റഡ് സെല്ലാണോ 3C റേറ്റഡ് സെല്ലാണോ എന്നുള്ള കാര്യം അതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് ആ ഗ്രാഫ് കണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്താലേ അത് കൃത്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. കാര്യം അതിൽ 2Cയിൽ ചെയ്യുമ്പോൾ അത് ഡിസ്ചാർജിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നത് അത് 2C സെൽ അല്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ 0.5C സെല്ലായിരിക്കണം ആ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്, ആ ഡിഫറൻറ്റ് ആംപ് ഡിസ്ചാർജർ എന്ന് പറഞ്ഞ ആ ഗ്രാഫിൽ. അല്ല, അത് ശരിയാ. അല്ലാതെ 2C സെൽ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ സെല്ലിന്റെ ഏതെങ്കിലും ഒരു കവറി കൊടുത്താൽ ഉടനെ ഒരു 100 കോളോ 10, 15, 20 കോളെങ്കിലും മിനിമം വരും. എല്ലാവരും പറയും ഇതെല്ലാം 3C ആന്ന് പറയും. പക്ഷേ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 3C സെല്ല് കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ പലരും പറയപ്പെടുന്ന എല്ലാവരും ഇവിടെ 3C സെല്ലാണ് എന്താ കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് 3C സെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന എല്ലാം തന്നെ 1C സെല്ലുകളാണ്. അതെ അതെ, നമുക്കിപ്പോഴും സാറിന് 3C വൺ സി കൺസെപ്റ്റ് ചിന്തിച്ചാൽ മതി. അതിന്റെ 0.5Cയിൽ ഡിസ്ചാർജിങ് ആണ് മാക്സിമം കൊടുക്കാവുള്ളൂ. അതിന്റെ മേലോട്ട് ഡിസ്ചാർജിങ് കൊടുക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഇൻസ്റ്റാളേഴ്സ് എല്ലാം പെട്ടുപോകുന്നല്ലാതെ യാതൊരുവിധ ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ഫ്യൂച്ചറിൽ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്, കാരണം വെച്ചാൽ 1C സെല്ലുകളാണ് എൻ്റെ ഒരു നോട്ടത്തിൽ കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നത്. രണ്ടാമത് പറഞ്ഞാൽ ഇന്ത്യയിൽ വിറ്റ് പോകാനും ഇത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രശ്നമുണ്ടല്ലോ. അപ്പം പല കമ്പനികളും കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ഇത് 3C സെല്ല് വെച്ചിട്ടൊന്നും നമ്മൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ 3C സെല്ല് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 3C എന്ന് പറഞ്ഞാൽ കൃത്യം 3C ആണെന്നുള്ളത് നമുക്ക് അതുപോലെ ടെസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ 3C അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസം 2 ദിവസം ടെസ്റ്റ് ചെയ്യാൻ 3C നമുക്ക് അതിനുള്ള പാരാമീറ്റേഴ്സ് വെച്ച് ടെസ്റ്റ് ചെയ്യപ്പെടണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു 100 ബാറ്ററി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇത് 1C ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, 1C ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ കിട്ടുന്ന ഭൂരിഭാഗവും 1C ആണ്. ഇന്ത്യൻ മാർക്കറ്റ് വരുന്നത് 99% 1C ആണ്. അല്ലെങ്കിൽ 3C കിട്ടുന്നത് നമ്മൾ ഡയറക്റ്റ് ചൈനയിൽ നിന്ന് അത്രയും ആ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് അത്രയും ബൾക്ക് വോളിയം, ചെറിയ വോളിയം എന്നല്ല ബൾക്ക് വോളിയം എടുക്കാമെങ്കിൽ മാത്രമേ 3C നമുക്ക് ഉറപ്പിച്ച് 3C കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഇത് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ 2Cന്റെ മേളിൽ വരുന്ന ടൈപ്പ് സെല്ലിന്റെ ഗ്രാഫാണ് വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇതിനെപ്പറ്റി ഞാൻ റഫായിട്ട് എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയും, ബാറ്ററി ഓവർ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പല ഇൻസ്റ്റാളേഴ്സും വിളിച്ച് നമ്മളോട് കംപ്ലയിൻസുകളൊക്കെ, നമ്മളല്ല പല കമ്പനികളുടെയും അല്ലെങ്കിൽ ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ 1 വർഷം 1.5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ ആണല്ലോ ഇത് പ്രശ്നം വരുന്നത്. അന്നേരത്തൊക്കെ നമ്മളോട് ഇങ്ങനെ റെഫർ ചെയ്യാറുണ്ട്, ഇങ്ങനെ കൊടുത്തതാണ്, നേരത്തെ കൊടുത്തതാണ്, ഇപ്പം ഇങ്ങനെ ഇഷ്യൂസുകളുണ്ട്.
ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഇവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഈ കമ്പനികളെല്ലാം തന്നെ പലരും ഇൻസ്റ്റാളേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്ത് ഓർഡർ പിടിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ അത് കസ്റ്റമേഴ്സിനെ എഫക്ട് ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഭൂരിഭാഗവും 1C സെല്ലുകളാണ്. അപ്പോൾ അത് 0.5C ആണ് ഡിസ്ചാർജിങ്ങിൻ്റെ മാക്സിമം നമ്മൾ ഇടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എടുക്കുക. പിന്നെ 3C സെല്ല് കിട്ടുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആഷിക്കിന് വല്ലതും ചോദിക്കാനുണ്ട്? ആഷിക്. അതായത് ഇതിൽ ഈ കപ്പാസിറ്റി ഇപ്പൊ പറഞ്ഞല്ലേ ഈ 3C അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ എൻ്റെ ഒരു നോട്ടത്തിൽ ഇവർ ടെസ്റ്റ് റിപ്പോർട്ടാണ് കൂടുതലും കമ്പനികളിൽ നിന്ന്. ഇപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്ന് ടെസ്റ്റ് റിപ്പോർട്ട് അവർ അയച്ചു തരുന്നുണ്ട്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് അവരെ അയച്ചു തരുന്ന സെല്ലാണ് നമ്മളെ കിട്ടുന്നത്. നമുക്ക് യാതൊരു ഉറപ്പില്ല. പിന്നെ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടണം, അതിന്റെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യപ്പെടണം. അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചർ, അതുപോലെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു 3Cയിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചറുകൾ, 1Cയിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചറുകൾ, ഇത് നമ്മൾ മോണിറ്റർ ചെയ്തെങ്കിൽ മാത്രമേ, അങ്ങനെ മോണിറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് 3C ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. വിനുവിന് വല്ലതും ചോദിക്കാനുണ്ടോ? വിനു. ഇതിൻ്റെ അകത്ത് ഈ BMS കണക്ട് ചെയ്തേക്കുന്നത് ആ ചാർജിങ്ങിന് വേണ്ടിയാണോ ഡിസ്ചാർജിന് വേണ്ടിയാണോ ഇത്? സാറേ, അത് BMS കണക്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അതിന്റെ ആക്ച്വലി റോൾ എന്തുവാ, അതിന്റെ മെയിൻ പർപ്പസ് എന്തുവാ? ഞാനത് ചാർജിങ്ങിന് വേണ്ടിയാണോ യൂസ് ചെയ്യുന്നത്, ഡിസ്ചാർജിന് വേണ്ടിയാണോ? ഞാനത് വിശദീകരിച്ചു തരാം. ഇത് ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കുമ്പം പലരും പറയുന്നത് BMS ബാറ്ററി മുഴുവൻ മാനേജ് ചെയ്യുന്നത് BMS അല്ലേ, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് അതിന്റെ പേരെങ്കിൽ പോലും അതുകൊണ്ട് ഇൻവേർട്ടറിൽ പോലും എന്ത് രീതിയിൽ ചാർജ് കൊടുത്താലും ഇത് മാനേജ് ചെയ്യില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ബാറ്ററിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ BMS ആണ്. ഇപ്പൊ ഈ BMSൽ നമ്മൾ കൊടുക്കുന്നത്, BMS വളരെ സെൻസിറ്റീവും കൂടെയാണ്. അപ്പൊ ഇത് മാത്രമല്ല, വളരെ സെൻസിറ്റീവാണ്. പല BMSലും വളരെ നമുക്ക് ഇൻവേർട്ടറിൽ നിന്നുണ്ടാവുന്ന കറണ്ട് ഫിൽട്ടർ ചെയ്യുക. അപ്പൊ ഞാനത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് അതിനൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. കറണ്ട് പ്രോപ്പർ ഫിൽട്ടർ അല്ലെ പോലും BMS കട്ട് ഓഫ്, ചാർജിങ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടു. അപ്പം ഈ ഇൻവേർട്ടറിൽ ചാർജറിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ BMSന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ സെല്ലുകളെ ഓവർ ചാർജ് ചെയ്യാതെയും ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യാതിരിക്കുകയും, അതായത് സെല്ലിൻ്റെ അകത്തുനിന്ന് ചാർജ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരില്ല. അങ്ങനെ സെല്ലുകൾ ഓവർ ചാർജ് കഴിഞ്ഞാൽ പിന്നെ സെല്ലിൽ നിന്നുണ്ടാകുന്ന ലീക്കേജുകളുണ്ട്. അതായത് ഇതിൻ്റെ ഒന്നെങ്കിൽ ഇവാപറേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാം. ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഓവറായി ചാർജ് ചെയ്ത് പോകാതിരിക്കാതെയും ഡിസ്ചാർജ് ഓവറായിട്ട് നടക്കാതിരിക്കാനും വേണ്ടിയാണ് ഒന്ന് മെയിനായിട്ടുള്ളത് പർപ്പസ്. രണ്ട്, ഇതിൻ്റെ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യുക, ചാർജിങ് കട്ട് ഓഫ് ചെയ്യുക, ഡിസ്ചാർജിങ് കട്ട് ഓഫ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് സെല്ല് BMS വെച്ചിരിക്കുന്നത്. അതായത് ചാർജ് ചെയ്യുമ്പം അത് BMS കൺട്രോൾ ചെയ്തോളും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ചാർജർ അല്ല ബാറ്ററിക്കകത്ത്, അല്ലെ ഇൻവേർട്ടർ അല്ല എന്ന് കൊടുത്ത്, ഇപ്പൊ ലെഡ് ആസിഡ് ബാറ്ററി ലെഡ് ആസിഡിന്റെ ഇൻവേർട്ടർ എടുത്ത് ലിഥിയത്തിൽ ചാർജ് ചെയ്യുമ്പം BMS കൺട്രോൾ ചെയ്യും എന്ന് പറയുന്ന ഒരു ധാരണ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്നു വെച്ചാൽ BMS ഒരിക്കലും ബാറ്ററിയുടെ ടോട്ടൽ വോൾട്ടേജിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. BMS എപ്പോഴും സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ആ ഗ്രാഫ് കാണിച്ചില്ലേ, 3.2 വോൾട്ട് ഉള്ള ഗ്രാഫിന്റെ സെല്ലുകൾ പറഞ്ഞില്ലേ, ഇതിനെ മാത്രമേ BMS നോക്കുള്ളൂ. കാരണം BMS ഓരോ സെല്ലിലേക്ക് ഇതിന്റെ വയറ് പോയിട്ടുണ്ട്. ഈ സെല്ലിൽ ഏതെങ്കിലും സെല്ലിൽ ഓവറായിട്ട് വോൾട്ടേജ് കയറുന്നുണ്ടോ, ഏതെങ്കിലും സെല്ലിൽ ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഒരു സെനാരിയോ പറയാം. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു 4 വോൾട്ടുള്ള ബാറ്ററി 12 വോൾട്ടാണ് ചെയ്യുന്നത്. ഈ 12 വോൾട്ടുള്ള ബാറ്ററി ആണെങ്കിൽ 14.6 അല്ലെങ്കിൽ 14 വോൾട്ടിന്റെ മേളിൽ വരുമ്പോൾ കട്ട് ഓഫ് ചെയ്യും. അത് അങ്ങനെയാണ് BMS നമ്മൾ സെറ്റിങ്സ് വെച്ചേക്കുന്നത് കൂട്ടുക. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു 12 അല്ല 13 വോൾട്ട് ആകുമ്പോൾ കട്ട് ഓഫ് ചെയ്യും. അതിന്റെ കാരണം എന്താ? ഈ BMS ഏതെങ്കിലും ഒരു സെല്ല്, ഈ 4 സെല്ലിനകത്ത് ഒരു സെല്ലിന്റെ വോൾട്ടേജ് ചിലപ്പം ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെ കഴിഞ്ഞ് കൂടുതൽ വരുക. അപ്പോഴേ അവനെ കട്ട് ഓഫ് ചെയ്യും, ചാർജിങ് കട്ട് ഓഫ് ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഫുൾ വോൾട്ടേജ് ആയിട്ടുമില്ല, ബാറ്ററി ആയിട്ടുമില്ല, ഡിസ്ചാർജിങ്ങും ഇതുപോലെ തന്നെയാണ്.
ഈ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 3 വോൾട്ടിലാണെങ്കിൽ ആ 3 വോൾട്ട് ഏതെങ്കിലും ഒരു സെല്ലിൽ 3 വോൾട്ട് വന്നാൽ ഓൺ സ്പോട്ടിൽ ഡിസ്ചാർജ് കട്ട് ഓഫ് ചെയ്തു BMS. ഇപ്പൊ നിലവില് വേറൊന്നും BMS ബാക്കിയുള്ള ടെമ്പറേച്ചർ സെൻസ് ചെയ്യുക ബാറ്ററി അങ്ങനെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമേ BMS ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയുള്ള ഇൻവെർട്ടർ പോലെയോ അല്ലെങ്കിൽ ചാർജിങ്ങിനെ മാനേജ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ വോൾട്ടേജ് ചാർജ് ചെയ്യുന്നത് മാനേജ് ചെയ്ത് ഇങ്ങനെയാണ്. ചാർജ് ചെയ്ത് ഓവർ ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യും, ഡിസ്ചാർജിങ് ഓവർ ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യും. അത് ടെമ്പറേച്ചർ കട്ട് ഓഫ് ചെയ്യും. സെല്ലിനെ മാത്രമേ BMS ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ടോട്ടൽ വോൾട്ടേജും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സെല്ലുകൾക്ക് വേണ്ടി മാത്രമാണ്. இந்த 1C 2C എന്നൊക്കെ പറഞ്ഞല്ലോ 3C അതിന്റെ സ്പെസിഫിക്കേഷൻ ഓൺലി ഫോർ സെല്ലിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് BMSന്റെ റോളേ ഇല്ല അതിൻ്റെ അകത്ത്. അല്ല 1C എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഒരു അത് 12 വോൾട്ട് ബാറ്ററി. മനസ്സിലായി. 1C 2C ചാർജ് ഡിസ്ചാർജ് എന്ന് പറയുന്നുണ്ടല്ലോ, ഡിസ്ചാർജ് റേറ്റ്. ആ അതിന്റെ കൺട്രോൾ ഇത് BMSന് കൺട്രോൾ ഇല്ല. അത് ലോഡ് കണക്ട് ചെയ്യുന്ന അനുസരിച്ചാണ്. അല്ല അത് അതിന്റെ മനസ്സിലായില്ല. ചാർജിങ് ഡിസ്ചാർജിങ് BMS കൺട്രോൾ ചെയ്യാൻ BMS നമ്മളെല്ലാം സെറ്റിംഗ്സ് കൊടുക്കും. മനസ്സിലായില്ലേ? അല്ല, BMS എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഡിവൈസ് ആണ്. അത് കൺട്രോൾ മാത്രം ചെയ്യുന്നുള്ളൂ. ചാർജിങ് ഡിസ്ചാർജിങ്ങിന്റെ റോൾ ഇല്ല അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ. ഡിസ്ചാർജ് ചെയ്യുന്ന റോൾ ഉണ്ട്. നമുക്ക് അതിനകത്ത് മാക്സിമം ആംബിയർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം ആംബിയർ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത്ര ആംബിയർ കൂടുതൽ വന്നാൽ കട്ട് ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അത് വിട്ടുപോയൊരു മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ ആംബിയർ ഇത്ര ആംബിയർ കട്ട് ഓഫ് ചെയ്യാം, അത് കട്ട് ഓഫ് ചെയ്യാം. അതായത് ചാർജിങ് കൂടി കഴിഞ്ഞാൽ ചാർജിങ് വോൾട്ടേജ് അല്ല, ചാർജിങ് ആംബിയർ കൂടിയെന്നാലോ ഡിസ്ചാർജിങ് ആംബിയർ കൂടിയാലോ കട്ട് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ചാർജിങ്ങിന്റെ ഓവറായിട്ട് ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് കൂടി ചാർജ് ചെയ്യുന്നതല്ല, സെല്ലിന്റെ ചാർജ് ചെയ്ത് വോൾട്ടേജ് കൂടി പോയാൽ അത് കട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ളാവുന്ന വോൾട്ടേജ് കുറഞ്ഞു വരുമ്പോൾ അതും കട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചർ കട്ട് ഓഫ് ചെയ്യാം. ടെമ്പറേച്ചർ വെച്ചിട്ട് ബാറ്ററി കട്ട് ഓഫ് ചെയ്യാം. അത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും BMS വർക്ക് ചെയ്യുന്ന. പക്ഷെ നമ്മൾ പലരും നമ്മൾ ഈ ലിഥിയം ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററി ചെയ്യുന്ന ചാർജർ വെച്ചിട്ട് ലിഥിയത്തിൽ കൊടുത്തുകൂടെ, ചാർജ് ചെയ്യത്തില്ലേ, ചെറിയ വോൾട്ടേജ് മാറ്റിയാൽ പോരെ. അപ്പൊ അത് അങ്ങനെയുള്ള സാധിക്കില്ല. അതായത് ബാറ്ററി ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ചാർജർ ഇപ്പൊ ഒരു 48 വോൾട്ട് എന്ന് പറയുന്നത് 16 സീരീസ് ആണെങ്കിൽ നമ്മളൊരു 54 വോൾട്ടാണ് ബാറ്ററിയുടെ അപ്പർ വോൾട്ട്, അതായത് ടോട്ടൽ വോൾട്ടേജ്. ഓരോ ബാറ്ററിക്ക് സെല്ലുകൾക്ക് 3.6 ആണെങ്കിൽ ഈ 16 സെല്ല് വരുമ്പം ഒരു 58.4 വോൾട്ട് ആയിരിക്കും ചാർജ് ചെയ്യേണ്ടത്. അവിടെ കൊണ്ട് നമ്മൾ 70 വോൾട്ടിന്റെ ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ BMS കൺട്രോൾ ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പം BMS അത് നല്ലതല്ല, ബാറ്ററിക്ക് നല്ലതല്ല. അതൊന്നും BMS കൺട്രോൾ ചെയ്യില്ല. BMS ഓൺലി ഫോർ ബാറ്ററിയുടെ സെല്ലുകളുടെ ചാർജുകളും ടോട്ടൽ വോൾട്ടേജും അതുപോലെ തന്നെ ബാറ്ററി ഡിസ്ചാർജിങ് നടക്കുമ്പോൾ ആംബിയർ കൂടുതൽ വന്നാൽ അല്ലെങ്കിൽ എന്താണോ ബാറ്ററിയിൽ നമ്മൾ BMS സെറ്റ് ചെയ്തേക്കുന്ന ആംബിയറും അത് ചാർജിങ്ങും ഡിസ്ചാർജിങ് സമയത്തും അതിനെ കൺട്രോൾ ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് കളയും. നമ്മൾ കൂടിയ വോൾട്ടേജ് വെച്ച് ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്തിട്ട് ഇത്ര വോൾട്ടേജ് കുറച്ച് ബാറ്ററിക്കായി സെല്ലുകൾ കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ BMSനകത്തുനിന്ന് വയർ ഈച്ച് സെല്ലിനകത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ വയറാ, അറൗണ്ട് 0.5 mm വയറേ ഉള്ളൂ. അത് ഇത്ര ആംസ് റേറ്റിംഗ് കൺട്രോൾ ചെയ്യുമോ? അത് അല്ല, അത് BMSന് വേറെ 2 വലിയ വയറുകളുണ്ട്, അത് കണ്ടിട്ടില്ലേ? അതെ, അതെന്നാന്ന് ചോദിച്ചാലേ BMS ഞാൻ പറഞ്ഞല്ലോ, BMS ഈ വയറുകളെ യൂസ് ചെയ്യുന്നത് ഇവനിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ്. BMS കട്ട് ഓഫ് ചെയ്യുന്ന ഈ വലിയ വയറുകൾ വേറെ ഉണ്ട്. അതായത് നമ്മൾ അതിനകത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയും BMSലൂടെ ആയിരിക്കും അതിന്റെ ചാർജിങ്ങും. വേറെ വയറുണ്ട്, ആ വയറ് വഴി ആ വയറിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ഈ ചെറിയ വയർ കൊടുക്കുന്ന മുഴുവൻ BMSനെ ഡേറ്റ എടുക്കാൻ വേണ്ടി. അതായത് നമ്മൾ വോൾട്ടേജ് അറിയണമെങ്കിലും നമ്മൾ മൾട്ടിമീറ്റർ കുത്തുമല്ലോ, 2 നോബ് കുത്തും ഇല്ലേ കിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രം ഡേറ്റ എടുക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും ഡേറ്റ വെയർ പോലെ അത് വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ഒരു ആംബിയറും കയറി പോവില്ല, ഒരു 10 ആംബിയർ 5 ആംബിയറും കയറി പോവില്ല. അത് മെയിൻ ബാറ്ററിയുടെ വയർ നോർമൽ. അത് വലിയ ബാറ്ററിയുടെ വോൾട്ട് കേബിൾ ഉണ്ടല്ലോ, അതാണ് മെയിൻ ചാർജിങ് ഡിസ്ചാർജിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചാർജറിൽ നിന്ന് വരുന്നതല്ലയോ. ഫോർ എക്സാമ്പിൾ ഇൻവെർട്ടറിൽ നിന്ന് വരുവാണെങ്കിലും ചാർജറിൽ MPPT നിന്ന് വരുവാണെങ്കിൽ ആ കേബിളാണ് വരുന്നത്. അത് ഡയറക്റ്റ്ലി പോകുന്നത് അത് ബാറ്ററിയിലാണ്. അത് ത്രൂ BMSലൂടെയാ പോകുന്നത്. ആ സീരീസ് ആണോ BMS?
പിന്നെ ബി എം സാധാരണ എസ് മൈനസ് അതിനകത്ത് കയറി ഇറങ്ങിയാ വരുന്നത്. ത്രൂ ബി എം എസിലൂടെ പോകും. സീരീസിലാണത് എന്ന് പറഞ്ഞാ ബി എം എസിന്റെ സീരീസിലാണ് ബാറ്ററി വരുന്നത്. ഓക്കെ. ബി എം എസിന് തടിയൻ വയറുണ്ട്. 100 ആംപിയറിന്റെ ബി എം എസ് ആണെങ്കിൽ ബാറ്ററി ആണെങ്കിൽ 100 ആംപിയറിന്റെ ബി എം എസും വെക്കണം. ഇപ്പൊ 200 ആംപിയറിന്റെ ആണെങ്കിൽ 200 ആംപിയറിന്റെ ബി എം എസ് വെക്കണം. അതുപോലെ 50 ആംപിയറിന്റെ ആണെങ്കിൽ 50 ആംപിയറിന്റെ ബി എം എസ് വെക്കണം. അപ്പോൾ അതിനനുസരിച്ച് ആ ബി എം എസ് വരുന്ന വണ്ണമുള്ള വയർ ഏതാണോ അത് അതിന്റെ നെഗറ്റീവ് വയർ ബാറ്ററിയിലേക്ക് പോകുന്നു, ഇതിൽ കൂടിയാ കയറി പോകും. ഓക്കെ, ഓവർ. സജിൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സജിൻ? സജിൻ ഇല്ലെങ്കിൽ പിന്നെ പരമേശ്വരൻ നമ്പൂതിരിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആൽവിൻ മോൻസി, ആൽവിൻ മോൻസിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ജിസിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ജിസ്? മഹേഷ് ഉണ്ടോ? ജോന ജോ ഉണ്ടോ? റഫീഖ്? മത്തായി ടെക്നോകൂൾ സംസാരിക്കാനുണ്ടോ? രതീഷ് വടശ്ശേരി? ബ്രൈറ്റ് ക്രിയേഷൻസ്? രഘുവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും ഒന്നും മിണ്ടുന്നില്ല. ചെറിയ സാറേ. കേൾക്കുന്നുണ്ട് ചെറിയ സാറേ. ഓക്കെ, പറഞ്ഞോളൂ കണ്ണ സാർ പറഞ്ഞോളൂ. പിന്നെ അവരുടെ ക്യൂ സെഷൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഏത് ബാറ്ററിക്കും, അതായത് ഏത് ഇൻവെർട്ടറിനും ലിഥിയം ബാറ്ററി സൂട്ടബിൾ ആണോ, അതിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നോ? ഒരു മിനിറ്റ് കണ്ണൻ സാറേ, ഒരു ചോദ്യം ഇവിടെ എനിക്ക് ഇവിടെ ഉണ്ട്. ഞാൻ കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. പറഞ്ഞോളൂ ശ്രീ. ഒന്നുകൂടെ ഒച്ചത്തിൽ പറഞ്ഞോളൂ. കേൾക്കാമോ സാറേ? എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പം അദ്ദേഹം ചോദിക്കുന്ന സാധാ ഇൻവെർട്ടർ ഒന്ന് പറഞ്ഞേ, ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് അതിലേക്ക് ഞാനതൊന്ന് പറഞ്ഞോട്ടെ. സാധാ ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ലിഥിയത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ചാർജിങ്ങിൽ ബൾക്കിലും ഫ്ലോട്ടിലും വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വോൾട്ടിൽ, അതല്ലേ? ഇനി അതിൻ്റെ ബാക്കിയുള്ള ചോദ്യം എന്താണ്? ലിഥിയത്തില് കോൺസ്റ്റന്റ് അല്ല, ഒരു മിനിറ്റ്. ലിഥിയത്തില് കോൺസ്റ്റന്റ് കറന്റ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. അങ്ങനെ വരുമ്പോൾ സാധാ ഇൻവെർട്ടറിൽ വോൾട്ടേജ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലിഥിയം ബാറ്ററിയുടെ കൺസെപ്റ്റും
സാധാ ഇൻവെർട്ടറിൽ ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ശ്രീ ഡിജേഷ്. സാറേ ഒരു സെക്കൻഡ്, എന്റെ ഇടയ്ക്ക് എന്റെ കണക്ഷൻ പോയായിരുന്നു, ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞത് പറഞ്ഞു. ലിഥിയം ബാറ്ററിക്ക് കോൺസ്റ്റന്റ് കറണ്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് കൺസെപ്റ്റ് ആണ്. അപ്പം നമുക്ക് സാധാ ഇൻവെർട്ടറിൽ സാധാ ഇൻവെർട്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം, അതായത് ലിഥിയം ബാറ്ററി ചെയ്യാനുള്ള രീതി ചെയ്ത് കഴിയുമ്പം അവിടെ ബൾക്കിലും ഫ്ലോട്ടിലും വോൾട്ടേജ് വേരിയേഷൻ വരുന്നുണ്ട്, ബക്കിലും ഫ്ലോട്ടിലും. അപ്പം അതെങ്ങനെയാണത് സാധിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഇൻവേർട്ടർ ലിഥിയത്തില് മനസ്സിലായി. ഞാനത് ഇടയ്ക്ക് പറഞ്ഞേ, ലിഥിയത്തിൽ മെയിൻ ആയിട്ടും ചാർജിങ് ആണ് ഇമ്പോർട്ടന്റ്. ചാർജിങ് സമയത്താണ്, ചാർജറിലാണ് നമ്മളിത് ഈ പറയുന്ന പോലെ ചാർജ് ഫുൾ ആവുന്നു, അതിനുശേഷം ഈ ബൾക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ല യഥാർത്ഥത്തിൽ ലിഥിയത്തിൽ വരുന്നത്. ലിഥിയത്തിലുള്ള CC വോൾട്ടും CV വോൾട്ടും CC കറണ്ടും, അതായത് കോൺസ്റ്റന്റ് കറണ്ട് കോൺസ്റ്റന്റ് വോൾട്ടിലാണ്. അപ്പൊ അത് സാധാരണ ഇൻവേർട്ടർ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ സാധാരണ ഇൻവേർട്ടർ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും അവിടെ നമ്മളൊരു ചാർജർ, അതായത് ഇപ്പോൾ ഒരു MPPT ആണെങ്കിൽ MPPT ചാർജർ മാറ്റി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പെടാൻ പറ്റും. കാരണം MPPT ചാർജർ നമുക്ക് ചാർജിങ്ങിൽ CV വോൾട്ടും CC വോൾട്ടും അത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം MPPT വെച്ച് ലെഡ് ആസിഡ് ചാർജ് ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് പിന്നെ അവർക്ക് ചിലപ്പോൾ കമ്പനിക്ക് ലിഥിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വലിയ പാട് വരില്ല. ഇൻവേർട്ടർ നിലവിൽ എന്നാ വെച്ചാൽ ഇൻവേർട്ടർ ഡിസ്ചാർജർ മാത്രമായിട്ട് ഉപയോഗിക്കണം. അതായത് അത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിസ്ചാർജ് ചെയ്യുന്നു, ലോ കട്ട് ഓഫ് മാത്രം സെറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് ഇത്തിരി മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവേർട്ടറായിട്ട് യൂസ് ചെയ്യാം. ചാർജർ നമ്മൾ പ്രോപ്പർ ലിഥിയത്തിൽ ചാർജ് ചെയ്യുന്ന ചാർജർ തന്നെ ഉപയോഗിക്കണം. അതിപ്പം പല കമ്പനികളും, എല്ലാ കമ്പനികളും തന്നെ ഇപ്പം ലിഥിയത്തിലേക്ക് ചെയ്യാവുന്ന സെറ്റിങ്സും കൂടെ അവർ ചെയ്തിട്ടുണ്ട്. പഴയതാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പല കമ്പനികളും അവരുടെ MPPT ചേഞ്ച് ചെയ്ത് സെറ്റിങ്സ് ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ IC മാറ്റിയോ തന്ന് പല കമ്പനികളും ഇപ്പോൾ അതിനുള്ള പോസിബിലിറ്റി അവർക്കുണ്ട് ഇപ്പോൾ. അപ്പം അത് നമ്മൾ യൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പം ലിഥിയത്തിൻ്റെ ചാർജർ മാത്രം മാറ്റുക, ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇൻവേർട്ടർ ഉപയോഗിക്കുക. ഇൻവേർട്ടറിലൂടെ ചാർജ് ചെയ്യുന്ന ഇത് ഒഴിവാക്കുക, അത് ഡിസേബിൾ ചെയ്യുക. അവിടെ അപ്പം ബൾക്ക് അതുപോലെ ബൂസ്റ്റിങ്ങും ഒന്നും നടക്കത്തില്ല. അതായത് അവിടെ ചാർജിങ് പ്രോപ്പറായിട്ട് നടക്കും. ഓക്കെ, ശരിയാണോ? ഹലോ, ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ അവിടെ ക്ലബ് ഹൗസിൽ വല്ലോ താഴെ വല്ലോ എഴുതി വെച്ചിട്ടുണ്ടോ? ക്ലബ് ഹൗസിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ താഴെ? ചാറ്റിൽ വല്ലതും? ഞാൻ മ്യൂട്ടായിരുന്നു. ഇല്ല, ചോദ്യങ്ങളൊന്നും ഇല്ല ഇവിടെ, ഇപ്പൊ ചോദ്യങ്ങളില്ല. താങ്ക് യു. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുള്ളത്, നമ്മൾ ഈ ലിഥിയം സോളാറിൽ വരുന്ന ബാറ്ററികൾക്കെല്ലാം ബാലൻസർ ഉണ്ടായിരിക്കണം. നമ്മളുടെ ബാലൻസർ ഉൾപ്പെടെ ഉള്ള ബാറ്ററികളാണ് യഥാർത്ഥത്തിൽ കംപ്ലൈൻസ് റേഷ്യോ കുറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നത്. എല്ലാ ബാറ്ററിയിലും ബാലൻസർ ഉള്ള ബാറ്ററി വേണം ഉപയോഗിക്കാൻ. എക്സ്ട്രാ നമ്മൾ ആക്റ്റീവ് ബാലൻസർ ഉപയോഗിക്കുന്നുണ്ട്. ആക്റ്റീവ് ബാലൻസർ കൂടെ വെച്ചുള്ള ഇതാണ് എല്ലാവരും ഇപ്പം കമ്പനികൾ പലതും തരുന്ന ആക്റ്റീവ് ബാലൻസർ വെച്ചുള്ള ബാറ്ററികളാണ്. അപ്പോൾ ആക്റ്റീവ് ബാലൻസർ ഉള്ള ബാറ്ററികളാണ് ശരിക്കും കംപ്ലൈൻസ് കുറവ് വരുന്നത്, അതായത് ബാലൻസിങ് ഇഷ്യൂസ് കുറഞ്ഞോളും. എനിഹൗ അത് അതുപോലെ സ്മാർട്ട് ബാലൻസർ വെക്കുന്നത് സ്മാർട്ട് ബാലൻസിങ്ങിന്റെ കാര്യം, സോറി ചെറിയൻ സാറേ, ഒരു ചോദ്യം കൂടെ ഇവിടുന്ന് വന്നത്, അപ്പൊ BMS നമുക്ക് ബാലൻസിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ലേ എന്നുള്ളതാണ്. BMS ഹെൽപ്പ് ചെയ്യും. BMS എന്ന് പറയുന്നത് ശരിക്കും വളരെ മില്ലി ആംപിയർ കറണ്ട് അതിനകത്ത് ബാലൻസിങ് ഉപയോഗിക്കാൻ പറ്റും. അവിടെയാണ് മുമ്പേ ഒരു സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അതിന്റെ ആ വയറ് വളരെ ചെറുതല്ലേ, അതിലൂടെ എങ്ങനെ ഈ 6-10 ആംപിയറും വലിയ ആംപിയറൊക്കെ എടുക്കുമെന്ന് ചോദിച്ചില്ലേ. അത് തന്നെയാണ്, ആ BMS ഉപയോഗിക്കുന്ന വളരെ ചെറുതാണ്. അതിലൂടെ 5 ആംപിയറും ഒന്നും കയറിപ്പോവില്ല, അല്ലെങ്കിൽ 10 ആംപിയർ ഒന്നും കയറിപ്പോവില്ല. നമ്മൾ ശരിക്കും ഒരു 100 ബാറ്ററിക്കകത്തൊരു 5 ആംപിയറിന്റെ എങ്കിലും ബാലൻസർ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ ബാലൻസർ തന്നെ ഉപയോഗിക്കണം. ആക്റ്റീവ് BMS ആണ്, സ്മാർട്ട് BMS ആണെങ്കിൽ പോലും അത് മില്ലി ആംപിയർ കറണ്ട് അതിൻ്റെ അകത്തുനിന്ന് വരുള്ളൂ. അത് വെച്ചിട്ട് ബാലൻസ് ചെയ്യുള്ളൂ. അതൊരു പക്ഷേ പ്രോപ്പർ ബാലൻസിങ് ആയില്ല. അതിനേക്കാൾ നല്ലത് ഒരു
ആക്റ്റീവ് ബാലൻസർ 5 ആംപിയറിന്റെ അഡീഷണൽ വെക്കുവാണെങ്കിൽ കംപ്ലൈൻസ് കുറവാണ്. നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ ഉള്ളത് കൂടെ ഞാൻ ഈ പറയുന്നത്. നമ്മളുടെ ഒരു 2 വർഷം 3 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ കംപ്ലൈൻസ് വളരെ വളരെ കുറവാണ് ആക്റ്റീവ് ബാലൻസർ ഉള്ള മെഷീനുകളിൽ. നമ്മൾ കൂടുതലും ആക്റ്റീവ് ബാലൻസർ വെച്ചിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പല ആക്റ്റീവ് ബാലൻസർ ഇല്ലാതെ നമ്മൾ വെച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അറിയാൻ പറ്റുന്നത് ആക്റ്റീവ് ബാലൻസർ അല്ലെങ്കിൽ ആക്റ്റീവ് ബാലൻസർ കംപ്ലൈന്റ് ആവുന്ന, അതായത് കംപ്ലൈന്റ് ഒക്കെ ആവുന്ന കേസൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആക്റ്റീവ് ബാലൻസർ ഇല്ലെങ്കിൽ ഇതിന്റെ ബാലൻസിങ് ഇഷ്യൂസുകൾ വരാറുണ്ട്. വളരെ റയറായിട്ടായിരിക്കും കംപ്ലൈന്റ് ആവുന്നത്. അതുകൊണ്ടൊക്കെ നമ്മളിപ്പം ഞങ്ങൾക്കൊക്കെ 1-2 എക്സ്പീരിയൻസ് ആണ് അത് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആക്റ്റീവ് ബാലൻസർ ഉൾപ്പെടെ നമ്മൾ ബാറ്ററി കൊടുക്കുന്നത് കൂടുതലും. അല്ലാതെ നമ്മൾ കൊടുക്കാറില്ല, അല്ലാത്തൊരു എൻക്വയറി ഇല്ല. കാരണം വളരെ ആംബിയർ കുറഞ്ഞല്ലേ ഈ BMS-ലൂടെ വർക്ക് ചെയ്യുന്നത്. വളരെ മില്ലി ആംബിയർ കറണ്ടിലൂടെ ബാലൻസ് ചെയ്താൽ ബാലൻസ് പ്രോപ്പർ ആവത്തില്ല. പ്രത്യേകിച്ച് ഹെവി ലോഡുകൾ വലിക്കുമ്പോൾ അല്ലേ? പറഞ്ഞോളൂ. സാറേ, അതായത് ഈ ഹൈ എച്ച് കൂടിയ ബാറ്ററികൾക്കല്ലേ അങ്ങനെ ഹൈ ആംബിയർ ഉള്ള ബാലൻസർ വേണ്ടി വരുക? നമ്മൾ ഈ 12 വോൾട്ട് 48 വോൾട്ടിനൊക്കെ അങ്ങനെ ഹൈ ആംബിയർ അല്ല, ഹൈ AH എന്ന് പറഞ്ഞാൽ മിനിമം 100 AH എങ്കിലും ഉണ്ടല്ലോ അതിനകത്ത്. നമുക്ക് 100 AH ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 2 ആംബിയറിന്റെ മേലിൽ ഉള്ളതാണല്ലേ. 2 ആംബിയറോട്ട് മേലോട്ട് നമ്മൾ 5 ആംബിയർ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതലും 5 ആംബിയർ ബാലൻസിങ് ആണ് ഉപയോഗിക്കുന്നത്. 2 ആംബിയർ ബാലൻസർ അവൈലബിൾ ആണ്. ചില സ്മാർട്ട് BMS-ലൊക്കെ 2 ആംബിയർ ബാലൻസിങ് വരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഇത് ബാലൻസർ നമ്മൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ബാലൻസറിൽ എത്രയാണ് അതിന്റെ LED ലൈറ്റ് ഉണ്ട്. ബാലൻസർ ഉണ്ടെങ്കിൽ അല്ലേ? ബാലൻസറിൽ ലൈറ്റ് കളിയും. ഓക്കെ. അല്ല, അതിനകത്ത് എത്ര വോൾട്ടിൽ കയറുമ്പോൾ നമുക്ക് അറിയാം. നമ്മളീ ബാറ്ററിക്ക് അറിയാൻ പറ്റും. ബാലൻസിങ് നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് പലരും ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫോട്ടോ. എനിക്കത് എല്ലാ ഫെസിലിറ്റി ഇതിൽ കിട്ടുന്നില്ല എൻ്റെ നെറ്റിൻ്റെ അകത്ത്. ബാലൻസിങ്ങിൽ നമ്മൾ സെല്ലുകൾ തമ്മിൽ ഒരു 3.4 വോൾട്ടിലോട്ട് മേളിൽ കയറും തോറും നമുക്ക് അറിയാൻ പറ്റും. തന്നെ അല്ലാതെ അതിനുശേഷവും ഫുൾ ചാർജ് ആയി കഴിയുമ്പോഴും ബാലൻസിങ് നടക്കുന്നുണ്ട്. നമുക്കത് മോണിറ്റർ ചെയ്ത് അറിയാൻ പറ്റും ബാലൻസിങ് നടക്കുന്നത് കൃത്യമായിട്ട്. ഇനി അല്ല എങ്കിൽ ഇപ്പം നമ്മൾ കംപ്ലൈൻസ് ഉള്ള ബാറ്ററികളൊക്കെ നമ്മളൊക്കെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി ഇൻവെർട്ടർ അല്ലാതെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒക്കെ ബാറ്ററി ഉണ്ട്. അതിനൊക്കെ ബാലൻസിങ് കംപ്ലൈന്റ് ഒക്കെ വരുന്ന കഴിയുമ്പോൾ ബാലൻസർ വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ബാലൻസിങ് കൃത്യമായിട്ട് നടക്കും. സാറേ, അതേപോലെ നമ്മളിപ്പോൾ ഡിസ്ചാർജ് ആയ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞ് ആ ബാലൻസിങ് ഇത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കണം, ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് അത് ബാലൻസിങ് ഇത്ര ടൈമിനുള്ളിൽ ചെയ്തു തീർക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബാറ്ററിന്റെ ലൈഫുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ബാറ്ററിയുടെ ലൈഫിൽ ബാറ്ററിയുടെ വോൾട്ടേജ് ഇത്ര 3.4 വോൾട്ടിലോട്ട് മേളിൽ വന്നാൽ മാത്രമേ ബാലൻസർ ആക്ടിവേറ്റ് ആകുള്ളൂ. കാരണം ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് ബാലൻസിങ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് മില്ലി ആംബിയറിൽ ബാലൻസിങ് ടൈം കൂടി പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണോ ഈ അല്ലല്ല, 5 ആംബിയറിലേക്ക് പോകാൻ കാരണം? ഞാൻ മുമ്പേ പറഞ്ഞത് BMS എപ്പോഴും സെല്ലിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ബാലൻസറിന് ആംബിയർ ഇല്ലെങ്കിൽ ഏതെങ്കിലും സെല്ല് കയറി അപ്പാവും. അപ്പം കംപ്ലൈന്റ് വരും. പിന്നെ നമ്മൾ വെറുതെ കംപ്ലൈൻസിന്റെ റേഷ്യോ കൂടുകയുള്ളൂ. അതായത് ബാലൻസിങ് നടക്കാനും മില്ലി ആംബിയർ വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് നടക്കാം. എപ്പോഴാണ് ചാർജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ മില്ലി ആംബിയർ വെച്ച് എപ്പോഴും ചാർജിങ്, അതായത് ഇത് ബാലൻസിങ് ഓക്കെ ആയാൽ മതി. അതായത് പക്ഷെ ഇത് ചാർജ് ചെയ്യുമ്പോൾ ബാലൻസിങ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അപ്പോഴേ ഇത്രയും സെല്ലല്ലേ. ഇപ്പൊ നമ്മളിപ്പം 16 സെല്ല് ഓക്കെ, ഇപ്പൊ ഒരു 60 സെല്ലിന്റെ ഒക്കെ ആ മെഷീൻ എങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു 190 വോൾട്ടിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്കിതൊന്നും നടക്കത്തില്ല. അപ്പൊ ചാർജിങ് ചെയ്യുമ്പോൾ തന്നെ ബാലൻസ് നടക്കണം. നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. എല്ലാ ബാറ്ററിക്കും അത് വേണമെന്നില്ല. പക്ഷെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ, മനസ്സിലായോ? അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു ബാലൻസിങ് ഉള്ള ഒരു ആക്റ്റീവ് ബാലൻസർ ഉള്ള BMS-ല് അതിൽ ബാലൻസിങ് ചാർജിങ് ടൈമിൽ തന്നെ
ബാലൻസിങ് ആകുന്നതിന് മുമ്പ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ? BMS കൊടുക്കുക? അതായത് നമുക്ക് ചാർജിങ് ടൈം ഒരു ബാലൻസ് 90, അല്ല ഇതൊരു ലാസ്റ്റ് സ്റ്റേജിലല്ലേ ഈ ചെയ്യാൻ ബാലൻസിങ് ചെയ്യാം വരിക? അതോ ചെയ്യാം പ്രൊട്ടക്ഷൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ബാലൻസിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബാറ്ററിക്കകത്തുള്ള ഫെസിലിറ്റി. ഇപ്പൊ ലെഡ് ആസിഡ് ബാറ്ററിക്കകത്ത് പോലും ബാലൻസിങ് നടക്കുന്നുണ്ട്. ഉം, ഉം, ഉം. അത് ഇപ്പൊ അടുത്തടുത്ത് ഒരു 4 ബക്കറ്റ് വെള്ളം വെക്കുന്നു, അടിയിൽ കൂടി എല്ലാം കൂടെ അങ്ങോട്ട് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഹോൾ അടിച്ചിട്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ഒരു ബക്കറ്റിൽ അടിച്ചാൽ തന്നെ എല്ലാ ബക്കറ്റിലേക്കും ഒരുപോലെ വരണമല്ലോ. അതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെ നടക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതായത് നമ്മുടെ ചാർജിങ്ങിന്റെ ആ ഇനീഷ്യൽ ടൈം മുതലേ ഈ ബാലൻസിങ് ആക്റ്റീവ് ആകുന്നുണ്ട്. അതാണ് ഇല്ല ഉദ്ദേശിക്കുന്നത് ഇല്ല അല്ലേ? ഇല്ല അത് ഓട്ടോമാറ്റിക് ആക്റ്റീവ് ആവുന്നുണ്ടെന്നേ നമുക്കറിയത്തില്ല. അപ്പം ഉണ്ട്. യഥാർത്ഥത്തിലുള്ള BMS പോലുള്ള BMSും ആക്റ്റീവ് ബാലൻസറും ഒന്നും ആ സമയത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മളിപ്പോ ഒരു സെല്ല് ഡൗൺ ആയി കിടക്കുക ഒരു ബാറ്ററിക്കകത്ത്, നമ്മൾ എക്രോസ് നമ്മൾ അതിന്റെ ബാറ്ററിയുടെ വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ ആ സെല്ല് അപ്പാവും, ഓട്ടോമാറ്റിക്കലി അപ്പാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ആ നമ്മൾ അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് ബാറ്ററി നമ്മൾ കൊടുക്കുന്നു, കസ്റ്റമർ വീട്ടിലിരിക്കുന്നു, എന്തെങ്കിലും കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ പ്രൊട്ടക്ഷനായിട്ട് ഒരു സേഫ്റ്റി വെച്ചേക്കുവാണ്. ആക്റ്റീവ് ബാലൻസറോ അല്ലെങ്കിൽ BMSലൂടെയും ബാലൻസിങ് ഇത്ര വോൾട്ടിന് ശേഷം, അത് എല്ലാ ബാറ്ററി BMSകളും ഡിസൈൻ ചെയ്തിരിക്കുന്ന വോൾട്ട് ഉണ്ടാവും. ആ വോൾട്ടിൽ ആ BMS ഡിസൈൻ ചെയ്യാത്ത തന്നെ ഉണ്ടാവും. ആ വോൾട്ടിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യും, ബാലൻസർ ആക്ടിവേറ്റ് ചെയ്യും. ആ അവന്റെ ആ സപ്പോർട്ടിൽ പിന്നെ ചാർജിങ് നടക്കും. മനസ്സിലായില്ലേ? അപ്പൊ എന്നാ സംഭവിക്കുന്നത്, ചാർജിങ് ഓവറായിട്ട് ഓഫ് ആകത്തില്ല. അതായത് ഇപ്പൊ സെല്ലുകൾ ഏതെങ്കിലും ഓഫായി കഴിഞ്ഞാൽ ബാറ്ററി ഓഫ് ആയി പോകും. ടോട്ടൽ വോൾട്ടേജ് ഒന്നും വരുന്നതിന് മുമ്പ് ബാറ്ററി ഓഫ് ആവും, ചാർജിങ് ഓഫ് ആവും. അതിന് പകരം ചാർജിങ് ഓഫ് ആയിരിക്കാൻ വേണ്ടി ഈ ബാലൻസിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചാർജിങ് ഓഫ് ആകത്തില്ല. അതിന് നമ്മൾ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു പ്രഷർ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് വേണേൽ വൈൻഡപ്പ് ചെയ്യാം. അല്ലെ അതിനു മുമ്പായിട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരു കമന്റ് വേണമെങ്കിൽ ഒന്ന് പറയാം ക്ലാസ്സിന്റെ ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള. താങ്ക് യു ശ്രീ ഡിജേഷ്. വളരെ നന്നായിരുന്നു താങ്കളുടെ പ്രസന്റേഷൻ. ഇതിന്റെ ബേസിക് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് നന്നായി. ഏതായാലും ഇനിയുള്ള ഫ്യൂച്ചർ പല വെബിനാറുകളിലും അല്ലെങ്കിൽ ക്ലബ് ഹൗസിലും താങ്കളെ കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു കണ്ണൻ സാർ ആൻഡ് ചെറിയൻ സാർ ഫോർ അറേഞ്ചിങ് ദ സെഷൻ. താങ്ക് യു DJ സാർ, കണ്ണൻ സാർ, ചെറിയൻ സാർ. താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. കാരണം ഇടയ്ക്ക് സാങ്കേതിക പ്രോബ്ലം വന്നാലും എല്ലാവരും വെയിറ്റ് ചെയ്യുകയും വീണ്ടും റീകണക്ട് ചെയ്യാൻ സമയം തന്നതിൽ വളരെ സന്തോഷം. നമ്മളത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം വരുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് എല്ലാവരോടും ഒരു സോറി പറഞ്ഞതോടൊപ്പം എന്നെ വിളിച്ച കണ്ണൻ സാറിനും ചെറിയൻ സാറിനും പിന്നെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ചെറിയ സാറേ ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. അടുത്ത ആഴ്ചത്തെ സെഷൻ ഇതിന്റെയാണ്, പിന്നെ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ആപ്പാണ്. അതിവിടെ സാറൊന്ന് പറഞ്ഞു. കംപ്ലൈന്റ് രജിസ്ട്രേഷൻ അടുത്ത സെഷൻ ഏതാ? അടുത്ത ബുധനാഴ്ച കംപ്ലൈന്റ് ഇത് നമ്മുടെ സോളാറിന്റെ കംപ്ലൈന്റ് ഒക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് പീരിയോഡിക്കൽ മെയിൻ്റനൻസും മറ്റുള്ള എല്ലാം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ആപ്ലിക്കേഷൻ ആപ്പിന്റെ. ഞാൻ പറഞ്ഞേക്കണോ? ചെറിയ സാറേ ഞാൻ പറഞ്ഞേക്കട്ടെ? ചെറിയ സാറും അൺമ്യൂട്ടാ, അല്ല മ്യൂട്ടാ. അല്ല പറഞ്ഞോളൂ. ഒന്നിൽ താങ്കൾ പറഞ്ഞോ, അല്ലെങ്കിൽ പറയാം. താങ്കൾ പറഞ്ഞോളൂ. എന്നിട്ടാണ് ചെറിയ സാറ് ഇത് കൺക്ലൂഡ് ചെയ്തോളൂ. അപ്പം ഇന്ന് വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മൾ ഇനി ഇതൊരു കുറച്ച് നാളത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച സെഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഇപ്പോൾ സോളാറിൻ്റെ കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. സോളാർ ഡീലർമാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവർക്ക് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കോടതി കേസുകളൊക്കെ വന്നിട്ട്, കാരണം അതിൻ്റെ റെക്കോർഡ്സോ ഒന്നുമില്ല. അപ്പം നമ്മളത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ബുധനാഴ്ച 8:30
നമ്മളത് ഇത് ചെയ്യുന്നത്. അത് ആ ഓൺസൈറ്റർ എന്നും പറഞ്ഞ ആപ്പാണ്. ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യും, അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, സോളാർ മേഖലയിൽ എന്തൊക്കെയാണ് അതിന് സഹായകരമായിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത ഇത് അടുത്ത ബുധനാഴ്ച. ഇനി നമുക്കത് എല്ലാ ബുധനാഴ്ചയിലും 8:30-ക്ക് ഇതുണ്ടാകും, ഓരോരോ വിഷയങ്ങൾ. അതിൻ്റെ അടുത്ത ബുധനാഴ്ച ഹൈബ്രിഡിനെ കുറിച്ചുള്ള സെഷനാണ് വരുന്നത്. അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ചെറിയ സാറെ കൺക്ലൂഡ് ചെയ്തോളൂ. കേൾക്കാമോ? ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. ഈ സൂമിലേത് ക്ലബ് ഹൗസിലെ വോയിസ് ഓവർ ചെയ്ത സജികുമാറിനും മറ്റ് അധികാരികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് നമുക്ക് തന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്ന ദിജേഷ് സാറിനും ഒരു താങ്ക്സ് പറയുന്നു. പക്ഷെ അത് ഇത്രയും ഗഹനമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇതുപോലത്തെ ചെറിയ ക്ലാസ്സുകളോടൊന്നും ആകത്തില്ല. അതുകൊണ്ട് പല പ്രാവശ്യം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. തുടർന്നും ദിജേഷിന്റെ ക്ലാസ്സുകൾ ഇവിടെ നടത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് വോയിസ് ഓവർ ചെയ്യുകയാണെങ്കിൽ ക്ലബ് ഹൗസ് വഴി ഒരുപാട് പേർക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള അവസരമുണ്ട്. ഇന്നത്തെ നമ്മൾ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുകയാണ്. കണ്ടൻ സാർ പറഞ്ഞ പോലെ അടുത്ത ബുധനാഴ്ച വീണ്ടും ഒരു ക്ലാസ് ഉണ്ട്. അത് ഇൻ്റഗ്രേറ്റേഴ്സിന് ഉപയോഗപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. കാരണം ഇൻ്റഗ്രേറ്റേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് വെച്ച് നടക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ആരെങ്കിലും ഒരു കേസൊക്കെ കൊടുക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷനിലൊക്കെ കേസ് കൊടുക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നമ്മൾ നടത്തിയാൽ തന്നെ അതിന് റെക്കോർഡ് വെച്ചിട്ടില്ല എങ്കിൽ നമ്മളത് നടത്തിയെന്നുള്ളതിനൊരു തെളിവില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഓൺസൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ആഴ്ച സംസാരിക്കുന്നത്. അത് ഇൻ്റഗ്രേറ്റേഴ്സിന് വളരെ പ്രയോജനമായിരിക്കും. ഏതായാലും ഇന്ന് വന്നവർക്ക് എല്ലാവർക്കും അതിൽ ഇന്റഗ്രേറ്റർക്കും സോളാർ കസ്റ്റമർക്കും പ്രയോജനകരമാണ്. കാരണം അവർക്ക് അവരുടെ ഇത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അനുയോജ്യരായ ടെക്നീഷ്യനെ അതിലൂടെ കണ്ടെത്താൻ കഴിയും. ഓക്കെ 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 എനിക്ക് ആ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് തന്ന കണ്ടൻ. പൊതുവെ ഇങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്ത് നടന്ന എൻ്റെ പേരൊക്കെ ഇവിടെ വെച്ചെന്നുള്ളതല്ല, കണ്ണൻ സാറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാന കണ്ണി, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന ആള്. എനിഹൗ കണ്ണൻ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. തൽക്കാലം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയുക. ഓക്കെ, താങ്ക് യു ദിജേഷ്, താങ്ക് യു.